അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 165. പറയ്, മറുപടി പറയ് അരവേട്ട. എന്തുകൊണ്ടാ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലാത്ത? നിങ്ങൾക്ക് ആ പൊന്നൂനെയാണ് ഇഷ്ടം. സൗബി ദേഷ്യം കൊണ്ട് വിറച്ചു. ഇവൾക്ക് ഇതെന്തൊക്കെ അറിയണം? ഇറങ്ങിപ്പൊടി കുരുപ്പ് എന്റെ അപ്പേട്ടന്റെ മുന്നീന്ന്. അതേടി പറട്ടെ, എന്റെ അപ്പേട്ടന് എന്നെ തന്നെ ഇഷ്ടം. അതിന് നിനക്കെന്ത് വേണം? എന്റെ കണ്ണ അവളുടെ മുന്നിലേക്ക് കയറി ചെന്ന് അങ്ങോട്ട് വിളിച്ചു കൂവിയാലോ എല്ലാം. സൗബിയുടെ ചോദ്യം ചെയ്യൽ കണ്ട് ദേഷ്യം വന്ന പൊന്നു അതിനേക്കാൾ ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പു സൗബിയെ നോക്കി പുച്ഛിച്ചു. എനിക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോന്ന് നീ അറിയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയാനാവുമ്പോ ഞാൻ അറിയിക്കാം. പക്ഷെ നീ ചോദിച്ചില്ലേ നിന്നെ എനിക്ക് ഇഷ്ടമല്ലാതിരിക്കാൻ എന്താ കാരണമെന്ന്. ആ കാരണം വേണമെങ്കിൽ ഞാൻ പറയാം. അപ്പു നെഞ്ചിൽ കൈകെട്ടി നിന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. പറയൂ. അവളും പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, എനിക്ക് നിന്റെ മുഖം കാണുന്നതിന് ഇഷ്ടമല്ല. അവൻ പറഞ്ഞു. സൗബി അവനെ തുറച്ചു നോക്കി. ആ, ഇങ്ങനെ നോക്കല്ലേ. അപ്പൊ ഞാൻ ബാക്കി കൂടി പറഞ്ഞു കഴിഞ്ഞാ എന്താവും നിന്റെ എക്സ്പ്രഷൻ? അതുകൊണ്ട് അടങ്ങി നിൽക്കുമോളെ. അവൻ പരിഹാസത്തോടെ പറഞ്ഞു. അവൾ കൈചുരുട്ടി പിടിച്ചു. അപ്പു വീണ്ടും പറഞ്ഞു തുടങ്ങി. രണ്ടാമത്തെ കാര്യം, മംഗലത്തുള്ള രണ്ട് പെൺകുട്ടികൾ, അതായത് ജ്വാലയും ചൈതന്യം, അവരുടെ പോലെയല്ല നിന്റെ ചേച്ചിയുടെ സ്വഭാവം എന്നതാ. പറഞ്ഞു വന്നത് ജ്വാലയും ചൈതന്യം പോലെ ആവണം എന്നല്ല. പക്ഷെ നീയൊക്കെ വാ തുറക്കുന്നതന്നെ തർക്കുത്തരം പറയാനും ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടാനും വേണ്ടിയാ. നിന്റെ ചേച്ചിയുടെ സ്വഭാവം തന്നെ കണ്ടില്ലേ. അപ്പു പുച്ഛിച്ചു. ദേ നിങ്ങള്. സൗബി ദേഷ്യത്തോടെ അവന് നേരെ വിരൽ ചൂണ്ടി. ആ, അടങ്ങടി പല്ലി. അവൻ അവളുടെ വിരൽ പിടിച്ചു താഴ്ത്തി. നിങ്ങളിപ്പോ എന്തെന്നെ വിളിച്ചേ? സൗബി ചീറി. സോറി, അത് നിനക്ക് അറിയില്ലായിരുന്നു അല്ലേ? അതായത് മോളെ സൗപർണികെ, നിനക്ക് ഞാൻ സ്വന്തമായിട്ട് ഇട്ട പേരാ പല്ലി. എപ്പോഴും എവിടെയെങ്കിലും അള്ളിപ്പിടിച്ചിരിക്കല്ലേ, അതുകൊണ്ട്. എന്താ നല്ലതല്ലേ? അപ്പു വിളിച്ചു. ആരവേട്ടാ. അവളുടെ ശബ്ദമുയർന്നു. ഇവിടെ നിന്റെ ശബ്ദം ഉയരരുത്, ബാക്കിയുള്ളവർ ഉറങ്ങുക. അപ്പുറത്ത് എന്റെ ഏട്ടനും ഏട്ടത്തിയുണ്ട്. അവൻ താക്കീതുപോലെ പറഞ്ഞു. അവളുടെ വാടഞ്ഞു. ഇപ്പോ എത്ര കാരണായി? ആ, രണ്ടെണ്ണല്ലേ. അപ്പൊ അടുത്തത്. അതാണ് ആദ്യമായി ഞാൻ നിന്നെ വെറുക്കാനുണ്ടായ കാരണം. അപ്പു പറഞ്ഞുകൊണ്ട് അവളെ രൂക്ഷമായി നോക്കി. ആ നോട്ടത്തിൽ സൗബിക്ക് ഭയം തോന്നി. അതെന്താന്ന് അറിയോടി നിനക്ക്? എന്റെ ഏട്ടത്തി, പാവന്റെ ഏട്ടത്തി പെണ്ണിനെ നീയടക്കമുള്ള ആളുകൾ ചേർന്ന് ആ തറവാട്ടിലിട്ട് ദ്രോഹിച്ചില്ലേ? ഒന്ന് പ്രതികരിക്കാൻ പോലും അറിയാത്ത പാവത്തിന്, അതും അവളുടെ വീട്ടിൽ വന്ന് അവളുടെ എച്ചിൽ നക്കുന്ന നീയൊക്കെ. അപ്പു ദേഷ്യത്തോടെ പല്ലിരുമ്മി. സൗബി വിറച്ചുപോയി. ഒരിത്തിരി ദയ, സ്നേഹം, അത്രയും മതിയായിരുന്നൂടി ആ പാവത്തിന്. ചൈതന്യം കൂടി അവൾക്കൊപ്പം ഇല്ലായിരുന്നെങ്കിൽ എന്ന് എന്റെ ഏട്ടത്തി സ്വയം ജീവൻ അവസാനിപ്പിച്ചേനെ. അത്രത്തോളം നീയും നിന്റെ തള്ളയും ചേച്ചിയും ആ കിച്ചു അവന്റെ തള്ളയും പിന്നെ ആ കിളവന്മാരും ചേർന്ന് എന്റെ ഏട്ടത്തി ദ്രോഹിച്ചിട്ടില്ലേടി. അവൾക്ക് മാത്രം കേൾക്കാൻ പറ്റാവുന്ന ശബ്ദത്തിൽ അലറുകയായിരുന്നു അപ്പു. ഈയൊരു പ്രശ്നത്തിനിടയിൽ മറ്റാരെയും വലിച്ചിടാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രാത്രി ആരും ഇത് അറിയരുതെന്നാണ് അവൻ ആഗ്രഹിച്ചത്. സൗബി പേടിയോടെ ഒരടി പുറകിലേക്ക് നീങ്ങി നിന്നു. എല്ലാം കേട്ടുനിന്ന പൊന്നൂന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ ചുണ്ടുകൾ വിതുമ്പി. ജ്വാലയെ എല്ലാവരും ചേർന്ന് ദ്രോഹിച്ചത് ഇപ്പോൾ എന്ന പോലെ അവളുടെ കൺമുന്നിൽ കണ്ടു. അവൾ വാപൊത്തിപ്പിടിച്ച് തേങ്ങലടക്കി. അപ്പുവിന്റെ മുഖം ചുവന്നു പോയിരുന്നു അപ്പോഴേക്കും. എന്റെ ഏട്ടത്തി ഇവിടെ സന്തോഷത്തോടെ കഴിയുന്ന കണ്ടിട്ട് നിനക്കൊന്നും സഹിക്കുന്നില്ല അല്ലേടി? അവളെ ദ്രോഹിക്കാൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ ആര് പറഞ്ഞിട്ടാ നീ വേഷം കെട്ടിയേ? നിന്റെ തള്ള പറഞ്ഞിട്ടാണോ? ആണോന്ന്? അവൻ വന്യമായ ഭാവത്തോടെ ചോദിച്ചു. പേടികൊണ്ട് സൗബി പെട്ടെന്ന് അതേന്ന് തലയാട്ടി. അപ്പുവിന്റെ ചുണ്ട് കോടിപ്പോയി. അറയാടി എനിക്ക്. നീയും നിന്റെ തള്ളയല്ല വിഷ. പക്ഷേ ആ വിഷം ഇവിടെ ഈ വീട്ടിൽ കലക്കാൻ സമ്മതിക്കില്ല ഞാൻ. അവന്റെ സ്വരം കടുത്തു. സൗബിയുടെ കണ്ണു നിറഞ്ഞു. തൊണ്ട വരണ്ട് ദാഹിക്കുന്നുണ്ട്. ഇപ്പോ ഇങ്ങോട്ട് വരരുതെന്ന് പോലും തോന്നിപ്പോയി അവൾക്ക്. അവളുടെ മുഖഭാവം വായിച്ചെടുത്തതുപോലെ അപ്പു ചിരിച്ചു. ഇത്രയൊക്കെ കാരണം മതിയോ സൗപർണിക? എനിക്കെന്തുകൊണ്ടാ നിന്നെ ഇഷ്ടമല്ലാത്തതെന്നറിയാൻ? അവൻ ചോദിച്ചു. ചുണ്ടിൽ അപ്പോഴും പുച്ഛഭാവമായിരുന്നു. സൗബി അവനെ തുറച്ചു നോക്കി. വയറ് നിറഞ്ഞില്ലേ? അപ്പോ പൊന്നുമോള് പോയി കിടക്ക്. പിന്നെ നാളെ രാവിലെ ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഇനി നിന്നെ ഞാൻ ഇവിടെ കാണരുത്. അല്ലെങ്കിലും ആര് വിളിച്ചിട്ടാടി നീ ഇങ്ങോട്ട് വന്നേ? അപ്പുവിന്റെ കൈകൾ സ്റ്റെയറിന്റെ കമ്പിയിൽ മുറുകി ദേഷ്യത്തോടെ. ഞാൻ കുറച്ചു ദിവസം കൂടെ ഇവിടെ. അവള് പേടിയോടെ പറഞ്ഞു നോക്കി. വേണ്ട, നാളെ രാവിലെ പോവണം. ഇല്ലെങ്കിൽ പറഞ്ഞു വിടാൻ എനിക്കറിയാം. പിന്നെ നിന്നെ ഇവിടെ ആരും ഇഷ്ടത്തോടെയല്ല താമസിപ്പിക്കുന്നേ. മംഗലത്തുള്ള രണ്ടുപേരൊഴികെ ബാക്കി എല്ലാത്തിനെയും ഇവിടെ ഉള്ളവർക്ക് വെറുപ്പാ, നിന്നെയും. അതുകൊണ്ട് ഇന്നിപ്പോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നാളെ നേരം വെളുക്കുമ്പോ നിന്നെ ഞാൻ ഇവിടെ കാണരുത്. കണ്ടാ. അവൻ വിരൽ ചൂണ്ടി. അവന്റെ വിരലിലേക്ക് അവൾ പേടിയോടെ നോക്കി. നീ ഇങ്ങനെ എന്റെ മുന്നിൽ വന്ന് നിൽക്കരുത് സൗപർണിക. കാരണം അടിച്ചു പോവും ഞാൻ നിന്നെ. എനിക്ക് അത്രത്തോളം വെറുപ്പാ നിന്നെയൊക്കെ. എന്റെ ഏട്ടത്തിയെ ദ്രോഹിച്ച നിന്നെയൊക്കെ ഇവിടെ നിന്ന് അടിച്ചോടിക്കാനാ എനിക്ക് ആഗ്രഹം. അവൻ പല്ലിരുമി പറഞ്ഞുകൊണ്ട് അവന്റെ റൂമിലേക്ക് നടന്നു. ദേഷ്യം, സങ്കടം, അതിനേക്കാൾ അവന്റെ വാക്കുകളിൽ അവനോട് തന്നെ തോന്നിയ പക, എല്ലാം കൊണ്ടും ആകെ സമനില തെറ്റിയതുപോലെ സൗബി മറ്റൊരു സുരഭിയായി മാറിക്കഴിഞ്ഞ സമയമായിരുന്നു അത്. പെട്ടെന്നുള്ള തോന്നലിൽ അവൾ ഓടിപ്പോയി അവന്റെ കൈ പിടിച്ചു. അപ്പു അവളെ ചുവന്ന കണ്ണുകളോടെ നോക്കി. ഞാൻ നാളെ പോവില്ല.
ഈ രാത്രി കൊണ്ട് എല്ലാത്തിനും തീരുമാനാക്കും ഞാൻ. നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ മതിയാവൂ. അതിനെന്റെ മുന്നിൽ ഇപ്പൊ ഈ വഴി മാത്രമേ ഉള്ളൂ. അതും പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് അപ്പുവിന്റെ റൂമിലേക്ക് ഓടിക്കേറി. അപ്പു അവളെ പകച്ചുകൊണ്ട് നോക്കി. അവൾ അവനെ നോക്കി വിജയച്ചിരി ചിരിച്ചു. എല്ലാവരെയും വിളിച്ചുകൂട്ടാൻ സൗബി തയ്യാറെടുക്കുകയാണ്. ആദ്യത്തെ പകപ്പ് മാറിയതും അപ്പു സൗബിയെ നോക്കിയൊന്ന് പുച്ഛിച്ചു. ആഹാ, ഈ ബുദ്ധിയൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി? നിന്റെ തള്ള പറഞ്ഞെന്നാണോ? അപ്പു ചിരിയോടെ അവളോട് ചോദിച്ചു. സൗബി ഒന്ന് ഞെട്ടി. കാരണം അവനിന്ന് ഇങ്ങനൊരു പ്രതികരണമല്ല അവൾ പ്രതീക്ഷിച്ചിരുന്നത്. അവളുടെ നിൽപ്പ് കണ്ട് പൊന്നൂനും വിറഞ്ഞു കയറുന്നുണ്ടായിരുന്നു. ചേച്ചിയുടെ അല്ലേ അനിയത്തി, കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു വാങ്ങുന്ന ഇന. അതുകൊണ്ട് നമുക്ക് ഗാലറിയിൽ നിന്ന് കളി കാണാം. അവളിന്ന് കൊണ്ടിട്ടേ പോവൂ. സൗബി അപ്പുവിന്റെ റൂമിലേക്ക് കയറിയത് കണ്ട് ദേഷ്യം വന്നെങ്കിലും ക്ഷമയോടെ അപ്പുവിന്റെ പ്രതികരണം അറിയാനായി പൊന്നു കാത്തുനിന്നു. സൗബിയുടെ ഞെട്ടിക്കൊണ്ടുള്ള നിൽപ്പ് കണ്ടതും അപ്പു അവളെ തറപ്പിച്ചൊന്ന് നോക്കി. നിന്റെ കൂടെ ഞാനും കൂടി റൂമിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഞാൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അലറാനാണോ ഉദ്ദേശം? അതിന്റെ പേരിൽ എല്ലാവരും ചേർന്ന് എന്നെ അടിക്കുന്നു, ഒടുക്കം നമ്മുടെ വിവാഹം നടത്തുന്നു, അങ്ങനെയൊക്കെ. അവളുടെ മനസ്സിലുള്ള പ്ലാൻ അപ്പു അതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തു. അതിൽ സൗബി ഒന്ന് ഞെട്ടിയെങ്കിലും പതിയെ അവൾ ചിരിച്ചു. ഉറപ്പായിട്ടും നിങ്ങൾ ഇനി റൂമിലേക്ക് കയറിയില്ലെങ്കിലും ഞാൻ അലറും. എല്ലാവരും ഓടിക്കൂടും. ഇന്നത്തോടെ നിങ്ങൾ എനിക്ക് സ്വന്താവും ചെയ്യും. അവള് പുച്ഛിച്ചു. അപ്പു ചിരിച്ചുപോയി. സൗബിയുടെ മുഖം ചുളിഞ്ഞു. അപ്പൊ നിനക്ക് ബുദ്ധി ഒട്ടുമില്ല അല്ലേ? അവൻ ചിരിയോടെ ചോദിച്ചു. അവൾക്കൊന്നും മനസ്സിലായില്ല. മോളെ ചൗപർണികെ, നീ ഇപ്പൊ ചെയ്ത ഈ തന്തയില്ലായ്മ ഉണ്ടല്ലോ, അത് കണ്ടൂന്ന് കരുതി എന്റെ വീട്ടുകാരെന്നെ സംശയിക്കില്ല. അത് നിന്റെ കൂടെ ഒരുമിച്ച് ഞാൻ ഈ റൂമിൽ നിന്ന് ഇറങ്ങി വന്നാലും അവരാരും സംശയിക്കില്ല. കാരണം അവർക്കറിയാം എന്നെ. അത് നിന്നെയൊന്നും ഞാൻ പ്രേമിക്കാൻ പോകുന്നില്ല എന്ന് എന്റെ വീട്ടുകാർക്കല്ലാതെ ആർക്കറിയാം? അവൻ ചിരിയോടെ പറഞ്ഞതും സൗബിയുടെ മുഖം ചുവന്നു. എനിക്കറിയാം നിങ്ങൾക്ക് ആ പൊന്നൂനെ ഇഷ്ടന്ന്. പക്ഷെ നടക്കില്ല അത്. നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചാൽ മതി. വാശിയോടെ പറഞ്ഞുകൊണ്ട് അവൾ പാഞ്ഞു വന്ന് അപ്പുവിന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. അവൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അപ്പുവിന് മനസ്സിലാവും മുന്നേ സൗബിയുടെ ചുണ്ടുകൾ അപ്പുവിന്റെ ചുണ്ടിന്റെ അടുത്തേക്ക് ഉയർന്നു വന്നു. അപ്പു ഒന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് ഊക്കോടെ അവളെ പിടിച്ചു തള്ളി. സൗബി ഒന്ന് നേരെ നിൽക്കും മുന്നേ അപ്പുവിന്റെ കൈകൾ വായുവിൽ ഉയർന്നു താഴ്ന്നിരുന്നു. അവനീന്ന് കിട്ടിയ അടിയുടെ ശക്തിയിൽ സൗബി നിലത്തേക്ക് വീണുപോയി. അവൾ അപ്പുവിനെ ഉമ്മ വയ്ക്കാൻ പോവുകയാണെന്ന് കണ്ട പൊന്നും പെട്ടെന്ന് ഞെട്ടലോട് അവർക്കടുത്തേക്ക് ഓടി വന്നിരുന്നു. അപ്പു പൊന്നൂനെ ഒന്ന് നോക്കി. സൗബി നിലത്ത് കിടന്ന പേടിയോടെ ഇരുവരെ നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ കവിളുകൾ പുകഞ്ഞു നീറി. പുന്നാര മോളെ, നീ എന്താടി ചെയ്യാൻ നോക്കിയേ? അപ്പു അലറുകയായിരുന്നു. സൗബി നിലത്ത് കിടന്ന് വിറച്ചു. അപ്പു പെട്ടെന്ന് പൊന്നൂന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. പൊന്നു അവനെ മിഴിച്ചു നോക്കി. അതേടി, ആരവന്റെ പ്രണയം അതെന്നും ചൈതന്യക്ക് മാത്രമുള്ളതാ. ഇവളെ ഞാൻ പ്രണയിക്കുന്നേ, അപ്പു ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. അവരുടെ സംസാരം കേട്ട് ഏറെ നേരമായി ഡോറിന്റെ മുന്നിൽ നിൽക്കുന്ന അഗ്നിയോ ജ്വാലയോ മൂവരും അപ്പോഴും കണ്ടിരുന്നില്ല. പൊന്ന് സ്റ്റെയറിന്റെ അടുത്തുനിന്ന് സൗബിയ അപ്പുവിനെ നോക്കുന്നതെല്ലാം അഗ്നിയും ജ്വാലയും ആദ്യമേ തന്നെ കണ്ടിരുന്നു. അഗ്നിയുടെയും ജ്വാലയുടെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ജ്വാല അവർക്കടുത്തേക്ക് പോവാനൊരുങ്ങിയെങ്കിലും അഗ്നി പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വെച്ചു. ജ്വാല അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവർക്കിടയിലേക്ക് പോവണ്ട, ഇത് അപ്പുവിന്റെ പ്രശ്ന. അവൻ മാത്രം പരിഹാരം കാണേണ്ട പ്രശ്നം. അതുകൊണ്ട് അതിനിടയിലേക്ക് നീ പോവണ്ട. അഗ്നി പതിയെ അവളോട് പറഞ്ഞു. ഞാൻ എന്റെ പൊന്നൂന്റെ അടുത്തേക്കാ. അവള് കൂർത്ത ചുണ്ടുകളോടെ അഗ്നിയെ നോക്കി. വേണ്ട, അവനും പറഞ്ഞു. അവള് മുഖം വീർപ്പിച്ച് അഗ്നിയുടെ കൈ കുടഞ്ഞെറിഞ്ഞു. വിടങ്ങോട്ട്. അവള് പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി. അഗ്നി ചിരിയോടെ അവള് പോകുന്നു നോക്കിക്കൊണ്ട് ചുമരിലേക്ക് ചാരി നിന്ന് സൗബിയെ രൂക്ഷമായി നോക്കി. സുരഭിയുടെ അനിയത്തി തന്നെ ഇവള്, അതിൽ സംശയമൊന്നുമില്ല. അഗ്നി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവരെ നോക്കി. അപ്പുവിന്റെ വെളിപ്പെടുത്തലിൽ അവനെ കിളിപോയതുപോലെ നോക്കുകയാണ് പൊന്നു. അവന് തന്നെ ഇഷ്ടമാണെന്ന് അവൾക്ക് അറിയാവുന്നതാണെങ്കിലും അവനത് തുറന്നു പറയാത്തതിന്റെ ഒരു പരിഭവം അവൾക്കുണ്ടായിരുന്നു. അതാണിപ്പോ തീർന്നിരിക്കുന്നത്. പെട്ടെന്ന് അപ്പു അവന്റെ മനസ്സ് തുറന്നു പറഞ്ഞതും അത് പ്രതീക്ഷിക്കാതിരുന്നതിന്റെ ഒരു അന്താളിപ്പ് അവളിലുണ്ട്. അപ്പു പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ സൗബിയെ നോക്കുകയാണ്. അവള് കവിള് പൊത്തിപ്പിടിച്ചുകൊണ്ട് പതിയെ നിലത്തൂന്ന് എഴുന്നേറ്റു. കവിളിലെ വേദന കൊണ്ട് അവളുടെ കവിൾ പുകഞ്ഞു നീറുന്നുണ്ടായിരുന്നു. നിങ്ങളെന്നെ അടിച്ചൂലേ? അവള് വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. പൊന്നൂന് അപ്പോഴാണ് ബോധം വന്നത്. അവള് സൗബിയൊന്ന് നോക്കി. അതെ, അടിച്ചു. അപ്പുവിന് കൂസലൊന്നുമില്ല. എന്നെ ഇതുവരെ എൻ്റെ അച്ഛനും അമ്മയും പോലും ഒന്നും തല്ലിയിട്ടില്ല, ഒന്ന് നുള്ളിപ്പോലും നോവിച്ചിട്ടില്ല. അവളുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു കവിയുന്നുണ്ട്. ആ, വെറുതെ അല്ല, അതിന്റെ പ്രശ്നാ നിനക്കുള്ളേ. ഇപ്പൊ ഹാപ്പി ആയില്ലേ? അവൻ ചിരിയോടെയാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അവൾ അവന് നേരെ വിരല് ചൂണ്ടി. അപ്പു അവളെ തറപ്പിച്ചു നോക്കി. എടി, നീയും സൂക്ഷിച്ചോ, സൗബി പൊന്നൂനോടും പറഞ്ഞു. പതിയെ അവരെ മറികടന്ന് പോവാൻ ശ്രമിച്ചു. അതെ, ഒന്ന് നിന്നേ, അപ്പു സ്നേഹത്തോടെ പറഞ്ഞു. അപ്പോഴും സൗബി പ്രതീക്ഷിച്ചിരുന്നോ അവനൊരു മാറ്റം? അറിയില്ല. പക്ഷെ ആ പെണ്ണ് അവനെ തിരിഞ്ഞു നോക്കി. അതേ നിമിഷം അപ്പുവിന്റെ കൈകൾ വീണ്ടും അവളുടെ കവിളിൽ ഊക്കോടെ പതിച്ചു. കവിളിൽ അവന്റെ വിരൽപ്പാടുകൾ തിണർത്തു കിടന്നു. തന്റെ കവിൾ അടർന്നു പോയതുപോലെയാണ് സൗബിക്ക് തോന്നിയത്.
അപ്പു അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. ആ അവള് ശബ്ദമുണ്ടാക്കി. നിനക്കൊന്നും എത്ര കിട്ടിയിട്ടും കാര്യമില്ലാന്ന് എനിക്ക് അറിയാടി. കാണ്ടാമൃഗം മാറി നിൽക്കും നിന്റെയൊക്കെ മുന്നില്. പക്ഷെ എന്റെ അനുവാദമില്ലാതെ എന്നെ കിസ് ചെയ്യാൻ ശ്രമിച്ചതിന് നിനക്ക് എത്ര തന്നിട്ടും എന്റെ കൈത്തിരിപ്പ് മാറുന്നില്ല. ഒരു മുരൾച്ച പോലെ പറഞ്ഞുകൊണ്ട് അപ്പു വീണ്ടും അവളുടെ കവിളിൽ വീശിയടിച്ചു. അവൾ ഉറക്കെ അലറി കരഞ്ഞുപോയി. ഒരേ കവിളിൽ തന്നെ അടിവാങ്ങി അത്രയ്ക്ക് വേദന എടുക്കുന്നുണ്ടായിരുന്നു അവൾക്ക്. അവൾ വീണ്ടും ശബ്ദമുണ്ടാക്കി കരഞ്ഞു. മിണ്ടാതിരിയടി, അപ്പു ആജ്ഞാപിച്ചു. സൗബി പെട്ടെന്ന് വാപുത്തി പിടിച്ചു. പക്ഷെ കണ്ണുനീര് തോരുന്നില്ല. ഇനി മേലാൽ എന്റെ കൺമുന്നിൽ നിന്നെ ഇതുപോലെ കണ്ടാൽ വെച്ചേക്കില്ലടി നിന്നെ ഞാൻ. ഇറങ്ങിപ്പോ. ഒരു പെണ്ണായതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ ഈ രാത്രി ഇറക്കി വിടുന്നില്ല. പക്ഷെ നാളെ നേരം വെളുത്താ പിന്നെ നിന്നെ ഇവിടെ കണ്ടുവരുത്. മനസ്സിലായോടി? അവൻ പല്ലുകടിച്ചുകൊണ്ട് ചോദിച്ചു. പ്രേതത്തെ കണ്ടതുപോലെ പേടിയോടെ സൗബി പെട്ടെന്ന് തലയാട്ടി. എന്നാ ഇറങ്ങിപ്പോടി പുന്നാരം മോളെ എന്റെ മുന്നീന്ന്. അപ്പു ശബ്ദമുയർത്തി. അവള് പെട്ടെന്ന് മുന്നോട്ട് നടന്നു. അപ്പോഴാണ് അവൾ അഗ്നിയെ കാണുന്നത്. സൗബി ഞെട്ടിപ്പോയി. അപ്പുവിനേക്കാൾ അവൾക്ക് ഏറെ പേടിയുള്ളവൻ. അവള് നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു പോയി. ഇനി അഗ്നിയുടെ കയ്യിൽ നിന്ന് കൂടെ തല്ലുവാങ്ങാൻ അവൾക്ക് വയ്യായിരുന്നു. അവന്റെ രൂക്ഷമായ നോട്ടത്തിൽ നിന്ന് തന്നെ അഗ്നിയെല്ലാം കേട്ടിട്ടുണ്ടെന്ന് സൗബിക്ക് ഉറപ്പായി. അവൾ ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് പേടിയോടെ പെട്ടെന്ന് സ്റ്റെയറിന്റെ അടുത്തേക്ക് നടന്നു. അഗ്നി പക്ഷെ അവളെ നോക്കി പുച്ഛത്തോടെ അങ്ങനെ നിന്നതേയുള്ളൂ. സൗബി, പെട്ടെന്ന് പൊന്നു വിളിച്ചു. ഇനി ഇവൾക്ക് എന്താണാവോ വേണ്ടതെന്ന പോലെ തളർന്ന കണ്ണുകളോടെ അവൾ പൊന്നൂനെ നേരെ തിരിഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കി അതേ നിമിഷം സൗബിക്ക് തന്റെ കണ്ണിൽ നിന്ന് എന്തോന്ന് മിന്നിയതുപോലെ തോന്നി. ആകെ ഒരു ഇരുട്ടാണ് ചുറ്റും. എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല. കണ്ണൊക്കെ നീറുന്നുണ്ട്. കണ്ണുകൾ പെട്ടെന്ന് അടഞ്ഞുപോയെന്ന് മാത്രം അവൾക്ക് മനസ്സിലായി. ഒരുവിധം കണ്ണുകൾ തുറന്നവൾ മുന്നിൽ നിൽക്കുന്ന പൊന്നൂനെ നോക്കി. പൊന്നുവിന്റെ ഉയർത്തിപ്പിടിച്ച കൈ കണ്ടപ്പോഴാണ് അവൾ തന്നെ അടിച്ചതാണെന്ന് സൗബിക്ക് മനസ്സിലായത്. മുന്നിൽ അപ്പു എന്നും പറയാറുള്ള നാഗവല്ലിയെ പോലെ കണ്ണുമുരുട്ടി തന്നെ നോക്കുന്ന പൊന്നൂനെ കണ്ട് സൗബി അവളെ പകപ്പോടെ നോക്കി. തുടരും.